17 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. ഗൈനോക്കോളജി വിഭാഗം. പരിചയസമ്പന്നരായ ഗൈനോക്കോളജിസ്റ്റുകളുടെ 24 മണിക്കൂറുമുള്ള സേവനം. കുട്ടികളുടെ വിഭാഗത്തിൽ മുഴുവൻ സമയവും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നു. സാധാരണ പ്രസവ പാക്കേജ്, ഓർത്തോപീഡിക് വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ഗവൺമെന്റിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, എക്സ്റേ, ECG, ലാബ്, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി ക്രിസ്തീയ മിഷനറിമാർ നടത്തിയ പരിശ്രമങ്ങൾ സമാനതകളില്ലാത്തതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ശംസുദ്ദീൻ. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ഡിജിറ്റലിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മളെ കുട്ടികളെ ലോകോത്തര നിലവാരത്തിൽ പരീക്ഷകൾക്കും ജോലി സാധ്യതകൾക്കും ഒക്കെ നമ്മൾ പ്രാപ്തമാക്കണം. അപ്പൊ എല്ലാ പുതിയ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഈ പുതിയ സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ സ്കൂളിലെ ഉന്നത വിജയികളെ ആദരിക്കുകയും ക്യാമ്പസിനെ ലഹരിവിരുദ്ധ ക്യാമ്പസായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സേവന മനോഭാവത്തോടെ ക്രൈസ്തവ സമൂഹം ചെയ്ത പ്രവർത്തനങ്ങളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയതെന്ന് സ്കൂൾ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ശംസുദ്ദീൻ പറഞ്ഞു. നിലവിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിസ്ഫോടനങ്ങളാണ് നടക്കുന്നത്. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ വരവ് വലിയ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബത്തേരി രൂപത അധ്യക്ഷൻ ജോസഫ് മാർ തോമസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ പ്രിയങ്കരനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശംസുദ്ദീനും ഈ സ്കൂളിന്റെ ഓമനപുത്രനായ ശ്രീ VH എടക്കരയുടെ സംഭാവനയായ ശ്രീ TP അഷ്റഫ് അലി MLA, വേദിയിലിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബോബി, പഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, മറ്റു വേദി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ തവനൂർ MLA VS ജോയ്, കൊണ്ടോട്ടി MLA TP അഷറഫ് അലി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് ജനപ്രതിനിധികളായ MLA-മാരെ പ്രത്യേകമായി ആദരിച്ചു. ഫാദർ ജെയിംസ് മേലെപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഏറ്റവും ആദരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് ശ്രീ N. ശംസുദ്ദീൻ, ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫാദർ ജോൺ തളിക്കുന്നേൽ, ഫാദർ തോമസ് കല്ലൂർ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C. മാമ്പ്ര, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ്, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി P. തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ സീനത്ത് നൌഷാദ് എന്നിവർ സംസാരിച്ചു. വിവിധ തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾക്കും സ്കൂൾ ഭാരവാഹികൾക്കുമൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു പോൾ, മുഖ്യ രക്ഷാധികാരി ഫാദർ പോൾസൺ ആറ്റുപുറം, ഇസ്മായിൽ മൂത്തേടം, KT കുഞ്ഞാൻ, PTA പ്രസിഡന്റ് ശംസുദ്ദീൻ എന്നിവരും ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചു. +2 പരീക്ഷയിൽ 1299 മാർക്ക് വാങ്ങി ഉന്നത വിജയം കൈവരിച്ച സാനിയ ജോൺസൺ ഉൾപ്പെടെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ മിടുക്കരായ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. അതോടൊപ്പം ലഹരിക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമുയർത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നിർമ്മല സ്കൂളിനെ ലഹരിവിരുദ്ധ ക്യാമ്പസായും ചടങ്ങിൽ വെച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ വിഷൻ, ചുങ്കത്തറ. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ.